മോർണിംഗ്. എങ്ങനെയുണ്ട് ട്രിപ്പ്? കിട്ടിയില്ലേ സമയത്തിന്? വെറും ഇപ്പൊ വരും. കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ആൻഡ് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് വൈകിയെന്ന് എനിക്കറിയാം, പക്ഷെ സമയം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതിരിക്കാനും എനിക്ക് തോന്നുന്നില്ല. സോ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ ഇത് ദോശയും കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഹിൽ ടോപ്പ് ടവേഴ്സിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ബൈറൺ പാർക്ക്. പിന്നെ ഇവിടെ ഒരു ലിനൻ പ്ലസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ കാരണം എന്നിട്ട് നമ്മൾ കൊടൈ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുക. ഓക്കെ, നമ്മൾ ബൈറൺ പാർക്കിലേക്ക് കയറിയേക്കാണ്. സോ മമ്മിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഗാർഡൻ. നല്ല രസമുണ്ട്. കാം പ്ലേസ്. ഒത്തിരി കാമുണ്ടോ? ഷൂ കെട്ടാ അറിയില്ലാതെയാണ് അങ്കിത. അടി തെറ്റിയാൽ അങ്കിതയും വീഴും. എനിക്ക് സക്കുലൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എവിടെ എങ്ങനെ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് നമുക്ക് ആഗ്രഹിക്കാമല്ലോ. ഇതുപോലൊരു ഗ്രീൻ എനിക്ക് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ്. വാവ്, നൈസ്. നല്ല രസമുണ്ട്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ചെടികളിലൊന്നാണ്. ഇതൊക്കെ പെപ്രോമിയ ആൻഡ് ഓർക്കിഡ്സ്. ഓ മൈ ഗോഡ്. മാച്ചിങ് എന്നുള്ള തോന്നല, അത് നല്ല. ഇവിടെ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. വെയിലുണ്ട്, ബട്ട് ഒരു വാക്ക് വേ പോലെയാണ്. ഇപ്പം എനിക്ക് വീഡിയോസ് എടുക്കുമ്പം കുറച്ചുകൂടെയൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. സോ നമ്മളിപ്പോൾ ഉള്ളത് ബൈറൺ പാർക്കിലാണ്. ബൈറൺ പാർക്ക് വാസ് ബിൽറ്റ് ഇൻ 1908. ഓക്കെ, HD ബൈറൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ്റെ പേരിലാണ് ഈ ബൈറൺ പാർക്ക് അറിയപ്പെടുന്നത്. ഇതൊരു 20 acres ലാൻഡാണ്. ഓൾമോസ്റ്റ് 325 സ്പീഷീസ് ഓഫ് ട്രീസും കാക്ടസും ഇവിടെ അവൈലബിളാണ്. ആൻഡ് ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കും മെയ്യിൽ. ആൻഡ് ഇവരുടെ ഒരു മെയിൻ അട്രാക്ഷൻ സ്പോട്ടാണ് ഈ ഗ്ലാസ് ഹൗസും. പിന്നെ ഈ ചിൽഡ്രൻ പ്ലേ ഏരിയ ആണ് ഈ പാർക്ക് ഇങ്ങനെ ഫുൾ ലോൺ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഒരു ഫുൾ ലോൺ ഉണ്ട്. ഉറപ്പായിട്ട് മമ്മി ഒരു കണ്ടു. വന്നു. ബൈറൺ പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു CSI ചർച്ച് ഉണ്ട്. ഈ ചർച്ചിൻ്റെ പേര് ക്രൈസ്റ്റ് ദ കിങ് ചർച്ച് എന്നാണ് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് ബിൽഡ് ഇൻ 1895. ആൻഡ് ഇതൊരു ഗോട്ടിക് സ്റ്റൈൽ ആർക്കിടെക്ചറിലാണ് ഇത് ഫുൾ പണിതേക്കുന്നത്. ഹോട്ടൽ ഹിൽ ടോപ്പ് ടവേഴ്സിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ലിനൻ പ്ലസ് എന്ന് പറഞ്ഞൊരു കടയുള്ളത്.
അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ് സ്പ്രെഡും ടേബിൾ റണ്ണേഴ്സും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എൻ്റെ രണ്ടാമത്തെ ടൈമാണ് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നത്. സോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സോ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ നമ്മളെങ്ങും കറങ്ങാൻ പോകുന്നില്ല. വി ആർ സ്പെൻഡിങ് ആർ ടൈം ഇൻ ദിസ് റിസോർട്ട്. അപ്പോൾ കൊടൈ റിസോർട്ട് ആൻഡ് ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത്. നാളെ നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. കുടിച്ചോ? ഉണ്ടോ? നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. പിന്നെ പണ്ടത്തെ ബിൽഡിംഗ് ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണ്ടത്തെ രീതികളിലാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പല ടൈപ്പ് ഓഫ് റൂംസ് അവൈലബിൾ ആണ്. ആൻഡ് ഒരു ഫാമിലി ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം കേട്ടോ, പറ്റിയ സ്പോട്ടാണ് കൊടയിലിത്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു, ലഗേജൊക്കെ റൂമിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഓവർ ഡേ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നു. ഫുഡ് വാസ് സോ ഡെലിഷ്യസ്, ഇത് വയ്ക്കാൻ വയ്യ. ഫിഷ് റോസ്റ്റ് മസാല അങ്ങനെയാണെന്ന് തോന്നുന്നു, അത് അടിപൊളി. ബട്ട് അതേ സാധനം ഞങ്ങൾ വൈറ്റ് മേടിച്ചു. ഇറ്റ് വാസ് വൺ ഫ്ലോപ്പ്. ഷെഫ് മാറി ഗൈസ്, ഷെഫ് മാറിയപ്പം ടേസ്റ്റ് മാറി. കൊടൈക്കനാലിൽ വന്നിട്ട് എൻ്റെ ഫേവറേറ്റായി മാറിയ ഒരു ഡിഷാണ് ക്രീം ഓഫ് ചിക്കൻ. ഐ ഡോണ്ട് നോ വൈ, ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ചിക്കൻ 65, കർഡ് റൈസ്, ബിരിയാണി, എല്ലാം ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഫുഡെല്ലാം അടിപൊളി. ഫിഷ് റോസ്റ്റ് സൂപ്പർ. മമ്മി എങ്ങനെയുണ്ട്? കൊള്ളാം. ഇവിടെ ജിമ്മുണ്ട്. വാക്ക് വേണ്ട. നൈസ്, കൊള്ളാം. റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമ്മളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ തന്നെ എടുക്കണം, ആരും എടുത്തു തരില്ല. ഓക്കെ, വന്നിരിക്കാം. ഹലോ, നോക്കി ഇറങ്ങും. യാ, ഇവിടെ വൈറ്റ് ക്യാമ്പ് ഫയർ ഉണ്ട്. ആൻഡ് അതെന്താണോ ഐ ഡോണ്ട് നോ. നമ്മുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒരു സിബ്ലിങ് കാണത്തില്ലേ, എന്ത് പരിപാടി വെച്ചാലും ഉണ്ടാവില്ല. അതൊരു സ്പെഷ്യൽ ഒക്കേഷനോ ട്രിപ്പോ എന്തൊരു ഗ്യാതറിങ്ങോ ഒക്കെ ഉണ്ടെങ്കിലും ആൾ കറക്റ്റ് സമയത്ത് മിസ്സാവും. അങ്ങനെ ഒരാളാണ് എൻ്റെ അനിയൻ. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോവും, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ, എന്ത് പരിപാടി വന്നാലും എങ്ങനെയെങ്കിലും അവന് എക്സാമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയി ആൾ ബിസിയാവും. സോ ഈ പ്രാവശ്യം അവൻ വെളിയിൽ പോയി സ്റ്റഡീസിനായിട്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഈ ട്രിപ്പ് പോകണമെന്ന് പ്ലാൻ ചെയ്താൽ പക്ഷേ നടന്നില്ല. അങ്ങനെ വി മിസ് യു വിച്ചു, വി റിയലി മിസ് യു.
അമ്മേ തീർന്നു മിക്കാറ് എറണാകുളത്തിന് വരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരും. അമ്മേ തെന്നും കേട്ടോ അവിടെ. ഇത് ഇങ്ങോട്ട് താഴോട്ട് വരുമോ? ഞാനത് മോടിയിട്ട് പോണോ? പറ്റും. ഒന്നൂടെ ചാട്. ഓരോരുത്തർ ചവിട്ടി പിടിച്ച് കയറിയത്. അതെ അടുത്ത ആള് വരുന്നു. ഇല്ല. എന്നാ പിന്നെ ഞാനും പിടിച്ചു. ഇത് പിടിച്ചു ഓണം. കാലല്ല, കൈ മുകളിലിട്ടാക്കണം. കഥം അങ്കിത കഥം. നടക്കോ? ക്യാമറയുടെ ചാർജ് തീരുവല്ലോ. ഇതെന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ മോൺസ്റ്ററ ഇത് ഈ മരത്തിൽ ഗേറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വള്ളിയൊക്കെയാണ് ഈ തൂങ്ങി കിടക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതിന് ദേഹത്ത് തോന്നുമ്പോൾ പേടിയാവും കേട്ടോ. എനിക്കിത് പെട്ടെന്ന് കണ്ടതും മറ്റേ സമ്മർ ഇൻ ബത്ലഹേമിലെ ആ ഒരു സംഭവല്ലേ. ഇവിടുത്തെ ക്ലൈമറ്റിന് ഉണ്ടാവും. പക്ഷേ ഈ പൂവൊക്കെ നല്ല തണുപ്പൊക്കെ ഇങ്ങനെയുണ്ട്. നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് പക്ഷെ നല്ല രസമായി ഇവിടെ ഈ ലോണിലിങ്ങനെ ഇരിക്കാൻ. Nice. Got my French fries, ginger tea. ഈവനിങ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് കാറ്റ് വീശും, പക്ഷേ ഭയങ്കര തണുപ്പാണ്. അപ്പം നല്ല ചൂടൻ ചായയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. സോ നമ്മൾ ഇപ്പം എവിടെ പോവാ? നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് കോൾഡൊക്കെ പിടിച്ചപ്പോൾ തോന്നുന്നു. സോ നമ്മൾ കൊടകി റിസോർട്ടിലാണ് താമസിക്കുന്നത്. അവിടുന്ന് നേരത്തെ ആ കാണുന്ന ഗേറ്റാണ് കോക്കസ് വാക്ക്. മേഘം നല്ല രസമുണ്ട്. ലൈക്ക് ആ ചേർച്ച ഉണ്ടോ? സെവൻ ഓർ 7:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അവർ നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തരും. ഇത് കോമൺ ക്യാമ്പ് ഫയർ ആണ്, അവിടെ ഉള്ളവർക്കെല്ലാം വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.
ആൻഡ് ചെറിയൊരു ഗെയിമിംഗ് സെഷനൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനനുസരിച്ച് ഡാൻസ് കളിക്കാം, യു ക്യാൻ എൻജോയ് ചിൽ അങ്ങനെ. പിന്നെ അവിടെ ലൈറ്റ് ഇട്ടപ്പം നമ്മൾ അവിടേക്ക് പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു ഹോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ്, ഭയങ്കര വലിയ ഫ്രണ്ട്സ് ഗ്രൂപ്പും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബെസ്റ്റ് പ്ലേസ് ആട്ടോ. നന്നായിട്ട് ചില്ല് ചെയ്യാം, നല്ല വൈബ് അടിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ റിസോർട്ട്. ആൻഡ് നല്ല ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. ആൻഡ് വെറുതെ പറയുന്നതല്ല, എല്ലാം അടിപൊളിയായിരുന്നു. വയസ്സ് കടമ ഉட்காந்துருங்க. Okay. I have one more request. Kindly turn again. One again. Okay, we are going to very slow. All right. Ready. Varshita, please give a big hands for Varshita. Jeshita, please give a... His favorite tomato soup. കണ്ടിട്ട് അങ്ങനെ പിറ്റേ ദിവസം ചെക്കൗട്ട് ചെയ്ത് കൊടൈലേക്കും കണ്ട് നമ്മൾ ബൈ ബൈ പറയുകയാണ്. ആൻഡ് മീൻ വൈൽ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു. ഒരു കുഞ്ഞു സന്തോഷം എന്നപോലെ എൻ്റെ 2 ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചപ്പോൾ മെൻഷൻ ചെയ്തു വീഡിയോസ് കാണാറുണ്ട്, അവർക്ക് ഇഷ്ടമാവാറുണ്ട് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് എനിവേ താങ്ക് യു സോ മച്ച്. ഒത്തിരി സന്തോഷം. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.